നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. ഒരു വലിയ ശത്രു പുറത്ത് അവസരം കാത്ത് നിൽക്കുക. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. നമ്മൾ എന്തും നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് ഒരു സൂചന തന്നു എന്ന് മാത്രം. ഹരിയങ്ങൾ എന്നെ പറയും. അച്ഛനും ഞങ്ങളൊക്കെ ഇനി എന്താ ചെയ്യേണ്ടത്? മുമ്പൊക്കെ അച്ഛന്റെ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ ബലരാമൻ അങ്കിളായിരുന്നു ബലം. ഇപ്പൊ അതേ ആൾ ഓപ്പോസിറ്റ് ആയിരിക്കുമോ? സിദ്ധാർത്ഥനും ബലരാമനും തമ്മിലുള്ള മത്സരത്തിൽ മുഖ്യമന്ത്രി അസ്വസ്ഥനാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. സിദ്ധാർത്ഥനോടുള്ള താല്പര്യം കൊണ്ട് മന്ത്രിസഭയിൽ രണ്ടാമനാക്കി മന്ത്രിയാക്കാൻ തീരുമാനിച്ചയാളാ മുഖ്യൻ. മുഖ്യമന്ത്രിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹത്തിന് എന്നെ മനസ്സിലാവും. ആ, ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാവുന്ന നിലയിൽ ഞാനും എത്തിയിരിക്കുന്നു. വരട്ടെ, നോക്കാം.